Good morning, Miss. Good morning, Sean. Good morning, Miss. മിസ് 18ാം പാഠത്തിന്റെ ക്വസ്റ്റ്യൻസ് ഇട്ടത് തിരിയുന്നില്ലായിരുന്നേ. കേൾക്കുന്നില്ലേ ഷോണേ? മിസ് പറഞ്ഞത് കേൾക്കാമോ? കേൾക്കാം മിസ്. മിസ് പേജ് നമ്പർ 74. പേജ് നമ്പർ 74 എടുത്തേ എല്ലാവരും. മിസ് ഞാൻ വായിക്കണ്ടേ മിസ്? മിസ് ദൃശ്യ 3 സീൻ. മിസ് ഞാൻ പറയുന്നത് കേൾക്കാവോ? ദൃശ്യ 3 മൂന്നാമത്തെ ദൃശ്യമാണ് പറയാൻ പോകുന്നത്. ടെക്സ്റ്റ് എല്ലാവരും നോക്കുക. रणथंबोर के में महाराणा हमीर का राज दरबार लगा हुआ है. एक तुर्क सैनिक का प्रवेश. तुर्क सैनिक महाराणा की जय हो. सेवक दिल्ली दरबार से शाहमशाह दिल्ली का हुक्मनामा लेकर हाजिर हुआ है. हुक्मनामा एक दरबारी को देता है. दरबारी महाराज यदि आज्ञा हो तो पत्र पढ़कर सुनाया जाए. महाराणा अवश्य. दरबार में पत्र पढ़कर सुनाया जाए. दरबारी महाराणा हमारे दुश्मन माहमशाह को इस दूध के साथ दिल्ली वापस भेज दिया जाए और हमारे दुश्मन को शरण देने के कारण राणा हमीर माफीनामा भी लिखकर भेजे. हस्ताक्षर बादशाह अलाउद्दीन खिलजी. महाराणा पत्र सुनकर मुस्कुराए. दूध तुम संदेश लाए हो, संदेश भी लेते जाओ. अपने शाहमशाह से कहना कि हमीर शरणागत की रक्षा के लिए प्राण भी बलिदान कर सकता है, किंतु शरण में माये दुखी मनुष्य को वापस नहीं कर सकता. इसके बदले में बादशाह जो भी करना चाहे हमीर उसे स्वीकार करेगा. तुर्क दूत यह क्या संदेश लिखवा रहे हैं राणा? बादशाह की फौज रणथंबोर की ईंट से ईंट बजा देंगी. राणा हंसकर तुम दूध हो, संदेश लेकर जाओ, ईंटों की परवाह मत करो. दूध संदेश लेकर चला जाता है. മൂന്നാമത്തെ ദൃശ്യം എന്താണ്? വീണ്ടും രണഥംബോറിലെ രാജാവിന്റെ രാജകൊട്ടാരം. രണഥംബോർ में महाराणा हमीर का राज दरबार लगा हुआ है. അതായത് മഹാറാണ രാജാവിന്റെ രാജസദസ്സാണ് വീണ്ടും സ്റ്റേജിൽ കാണുന്നത്. ഏക തുർക്ക് സൈനിക പ്രവേശ്. അങ്ങനെ അലാവുദ്ദീൻ ഖിൽജിയുടെ ഒരു സൈനികൻ ആ സമയത്ത് അവിടേക്ക് പ്രവേശിക്കുന്നു. എന്താണ് സൈനികൻ പറഞ്ഞത്? തുർക്ക് സൈനിക് മഹാറാണയ്ക്ക് ജയ് ഹോ. രാജാവ് മഹാറാണ വിജയിക്കട്ടെ. सेवक दिल्ली दरबार से शाहमशाह दिल्ली का हुक्मनामा लेकर हाजिर हुआ है. हुक्मनामा एक दरबारी को देता है. എന്താ പറഞ്ഞത്? അതായത് ദില്ലിയിലെ രാജാവ് നിങ്ങൾക്ക് ഒരു ലെറ്റർ തന്നിട്ടുണ്ട് അല്ലെ, ഒരു കത്ത് അയച്ചിട്ടുണ്ട്, അതിവിടെ ഹാജരാക്കുന്നു. അപ്പൊ ദർബാരി രാജസദസ്സിലെ ഒരു അംഗം മഹാരാജ് യദി ആജ്ഞാ ഹോ തോ പത്ര പഠിക്കർ സുനായ ജായ. നിങ്ങൾ ആജ്ഞാപിക്കുകയാണെങ്കിൽ ഞങ്ങൾ ആ ലെറ്റർ വായിച്ചു തരാമെന്ന് പറഞ്ഞു. മഹാറാണ ആവശ്യം തീർച്ചയായും. ദർബാർ മേ പത്ര പഠിക്കർ സുനായ ജായ. രാജസദസ്സിൽ നിന്നും ആ ലെറ്റർ ആ കത്തൊന്ന് വായിക്കൂ. ദർബാരി महाराणा हमारे दुश्मन माहमशाह को इस दूध के साथ दिल्ली वापस भेज दिया जाए और हमारे दुश्मन को शरण देने के कारण റാണ ഹമീർ മാഫിനാമ ഭി ലീക്കർ ഭേജെ. അല്ലേ മഹാരാജവേ, ഞങ്ങളുടെ മാഹംഷാഹിനെ, അതായത് നിങ്ങളുടെ ശത്രുവായ എന്താണ് മാഹംഷാഹിനെ നിങ്ങൾ എന്ത് ചെയ്യണം? തിരിച്ച് ദില്ലിയിലേക്ക് പറഞ്ഞേക്കണം. അതായത് ഒരു ശത്രുവിന് അഭയം നൽകുന്നത് നല്ലതല്ല എന്നാണ് ഹസ്താക്ഷർ ബാദ്ഷാഹ് അലാവുദ്ദീൻ ഖിൽജി. എന്നിട്ട് പേരെഴുതി അലാവുദ്ദീൻ ഖിൽജിയുടെ സൈനാണ് അവിടെ കാണുന്നത്. അപ്പൊ മഹാറാണ പത്ര സുൻകർ മുസ്കുരായെ. ഇപ്പൊ രാജാവ് മഹാറാണ എന്താണ് ആ ലെറ്റർ വായിച്ചു കേട്ടപ്പോൾ ചിരി വന്നു. അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദൂത് തും സന്ദേശ് ലായേ ഹോ, സന്ദേശ് ബി ലേത്തേ ജാവോ. നിങ്ങളുടെ സന്ദേശം ഞാൻ കേട്ടു. അപ്പിനെ ഷാഹംഷാഹ് കഹനാക്കി. നിങ്ങൾ എന്ത് പറയണം? അവിടെ പോയിട്ട് ചക്രവർത്തിയോട് പറയണം, അലാവുദ്ദീൻ ഖിൽജിയോട് പറയണം,
ഹമീർ ശരണാഗതി की रक्षा के लिए प्राण भी बलिदान कर सकता है. ഹമീർ അല്ലെ മഹാറാണ രാജാവ് എന്താണ് അഭയം തേടി വരുന്നവർക്ക് വേണ്ടി ജീവൻ കൂടി കൊടുക്കാൻ സന്നദ്ധനാണെന്ന് അറിയിക്കുക. इसके बदले में അല്ല കിന്തു ശരൺ में आए दुखी मनुष्य को वापस नहीं कर सकता. എന്ത് വന്നാലും എന്റെ അടുത്ത് അഭയം തേടി വന്ന ഒരാളെയും ഞാൻ തിരിച്ചയക്കില്ല, ശത്രു എന്നോ മിത്രമെന്നോ ഇല്ല. इसके बदले में बादशाह जो भी करना चाहे हमीर उसे स्वीकार करेगा. ഇതിനു പകരമായിട്ട് ഞാൻ ഇദ്ദേഹത്തെ തിരിച്ചയക്കുന്നില്ല, പക്ഷെ ഇതിനു പകരമായിട്ട് അദ്ദേഹം എന്ത് കൽപ്പന ചെയ്താലും ഞാനത് സ്വീകരിക്കാം. യുദ്ധം വേണമെങ്കിൽ യുദ്ധം, എങ്ങനെ വേണമെങ്കിൽ ഞാൻ ഉണ്ടെന്ന് മറുപടി കൊടുത്തു. അപ്പൊ ദൂതൻ എന്താ പറഞ്ഞത്? ക്യാ സന്ദേശ ലിഖ്വാ രഹേ ഹേ റാണ ബാദ്ശാഹ് കി ഫൗജ് രണതംബോർ കി ഈണ്ട് സേ ഈണ്ട് ബജാ ദേംഗി. ഇനി എന്താണ് ഇനി മറുപടി കൊടുക്കേണ്ടത്? എന്താണ് ഞങ്ങളുടെ സൈന്യം അതായത് ആ കോട്ടയ്ക്ക് പുറത്തുണ്ടായത് യുദ്ധം ചെയ്യാൻ തയ്യാറാന്ന അർത്ഥം. റാണ ഹസ്കർ തും ദൂത് ഹോ സന്ദേശ് ലേക്കർ ജാവോ ഈണ്ടോ കി പർവാഹ് മത് കരോ ദൂത് സന്ദേശ് ലേക്കർ ചല ജാത്തെ. നിങ്ങള് ഈ ദൂത് അതായത് ഈ വിവരം കൊണ്ട് തിരിച്ചു പോയിക്കോളൂ എന്ന് പറഞ്ഞു. ദൃശ്യ 4 നാലാമത്തെ സീൻ എന്താണ്? രണതംബോർ കെ കിലെ और नगर के चारों ओर तुर्क सैनिक खड़े हैं. രണതംബോറിന്റെ രാജകൊട്ടാരത്തിന് ചുറ്റും 4 ഭാഗത്തും സൈനികരെ നിൽക്കുന്നുണ്ട്. കിലാ ഘിർ ജാതാ ഹെ അതായത് കോട്ട വളഞ്ഞിരിക്കുന്നു. ചാരോമോർ സേനാ ഹി സേനാ ഹെ 4 ഭാഗത്തും സൈന്യങ്ങൾ തന്നെയാണ്. കിലേക്ക് അന്തർ വീർ സൈനിക് ഖഡേ ഹെ അതായത് കോട്ടയ്ക്കകത്ത് വീരയോദ്ധാക്കളുണ്ട്. കിലേക്ക് ബുർജോൻ സെ തോപ്പ് ഗോളെ ബർസാ രഹേ ഹെ കിലയുടെ ആ കോട്ടയ്ക്കകത്ത് നിന്ന് വെടിയുണ്ടകൾ ഉതിർക്കുന്നത് കാണാം. 2 दिन से युद्ध चला रहा है 2 ദിവസമായി യുദ്ധം ആരംഭിച്ചിട്ട്. ബാഹർ തുർക്ക് സൈനിക ഒരു രജപുത്ത് സൈനിക ലഡ് രഹേ ഹെ പുറത്തെ അതായത് അലാവുദ്ദീൻ ഖിൽജിയുടെ സൈനികളും അതുപോലെ രജപുത്രരും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ റാണ लड़ते हुए माहम शाह से तुम्हारी तलवार तो आज गजब ढा रही है दुश्मन चारों ओर से कट रहा है. അതിനിടയിൽ പറയാൻ വിട്ടുപോയി. കഴിഞ്ഞ നോട്ട് മനസ്സിലായില്ല, എന്തോ പറഞ്ഞില്ലേ മോനെ കഴിഞ്ഞ പാഠത്തിന്റെ? മിസ് അത് 18ാം പാഠത്തിന്റെ നോട്ട് ക്വസ്റ്റ്യൻ ആൻസർ മനസ്സിലായില്ല മിസ്? 18ാം പാഠത്തിന്റെ എനിക്കൊന്നത് സൗണ്ട് കാരണം ക്ലിയർ ആവുന്നില്ല. അതൊന്നുകൂടി ഞാൻ വേറെ എഴുതി അയച്ചുതരാം കേട്ടോ. മിസ് ഞാൻ വാട്സാപ്പിൽ ഇട്ടിട്ടുണ്ട്. എന്താണ്? വാട്സാപ്പിൽ ഇട്ടിട്ടുണ്ട്. ആ നോട്ട് ഒന്നുകൂടി എഴുതാത്തവർക്ക് ഒന്നുകൂടി അയച്ചുതരാം. മിസ് ഞാൻ പറയുന്ന കേൾക്കാവോ മിസ്? മിസ് ഞാൻ പറയുന്ന കേൾക്കാവോ? അപ്പൊ ഇവിടെ നോക്കുക. റാണ लड़ते हुए माहम शाह से तुम्हारी तलवार तो आज गजब डा रही है दुश्मन चारों ओर से कट रहा है. माहम शाह राणा के साथ लड़ते हुए महाराणा मेरी रक्षा के लिए अपने युद्ध डाल लिया. तुर्क सेना का और चोर नहीं है. राणा जी भला हमारी सेना कब तक टिक पाएगी? राणा घबराओ नहीं माहम, मैं एक रजपूत राजा हूँ, प्राण देकर भी वचन पूरा करूंगा. जीवित रखने तक तुम्हारी रक्षा करूंगा, प्राण गए तो. माहम राणा मैं भी प्राण त्याग दूंगा पर तुर्कों को आप तक पहुंचने न दूंगा. घमासान युद्ध होता रहा, सेना कटती रही, यहाँ तक की शाम हो गई. बचे हुए सैनिक किले की ओर बढ़ गए. അപ്പൊ അവിടെ യുദ്ധം ആരംഭിച്ചു അല്ലെ? അപ്പൊ റാണ എന്താണ് പറഞ്ഞത്? മഹാറാണ എന്താ പറഞ്ഞത്? ലഡത്തെ ഹുയെ മാഹം ഷാ. മാഹം ഷാഹ അഭയാർത്ഥിയായിട്ട് അവിടെ ഉണ്ടല്ലോ. മാഹം ഷാവിനോട് പറഞ്ഞു, തുമാരി തൽവാർ തോ ആജ് ഗസബ് ഡാ രഹി ഹെ ദുശ്മൻ ചാരോ മോർ സെ കട്ട് രഹാ. നീ ശ്രദ്ധിക്കണം, 4 ഭാഗത്തും ശത്രുക്കളുണ്ട്. അപ്പൊ മാഹം ഷാ മറുപടി പറഞ്ഞു എന്താണ്? റാണ കെ സാത്ത് ലഡത്തെ ഹുയെ അതായത് മഹാറാണയുടെ ഒന്നിച്ച് ഈ മാഹം ഷാവും യുദ്ധം ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം എന്താ പറഞ്ഞത്? മഹാറാണ
മേരി രക്ഷാക്കെ ലിയെ അപ്നെ യുദ്ധ ഡാൻ ലിയ. എന്നെ രക്ഷിച്ചത് കൊണ്ടല്ലേ നിങ്ങൾക്ക് വീണ്ടും യുദ്ധം ചെയ്യേണ്ടി വന്നത്. തുർക്ക് സേന കാ ഓർ ചോർ നഹി ഹെ. റാണാജി ഭല ഹമാരി സേന കബ് തക് ടിക് പായേഗി. എങ്ങനെയാണ് ഇതിന്റെ അവസാനം, അന്ത്യം എങ്ങനെ ഉണ്ടാവും അറിയില്ലല്ലോ. അപ്പൊ റാണ എന്താ പറഞ്ഞത്? ഘബരാവോ നഹി മഹാം, നിങ്ങൾ പരിഭ്രമിക്കേണ്ട മാഹം ഷാ. മേം ഏക് രാജപൂത് രാജാഹോ, ഞാൻ ഒരു രാജാവല്ലേ. പ്രാൺ ദേക്കർ ബി വചൻ പൂരാ കരൂങ്ക, ഞാൻ എന്ത് പറഞ്ഞാലും എന്റെ ജീവൻ വരെ നിങ്ങൾക്ക് തരും. ജീവിത രഹനെ തക് തുമാരി രക്ഷാ കരൂങ്ക പ്രാൺ ഗയേതോ, എന്റെ ജീവൻ പോയാൽ ഞാൻ നിങ്ങളെ രക്ഷിക്കും. അപ്പൊ മാം ഷാ എന്താ മറുപടി പറഞ്ഞത്? റാണ മേം ബി പ്രാൺ ത്യാഗ് ദൂങ്ക പർ തുർക്കോം കോ ആപ് തക് പഹുഞ്ചനെ ന ദൂങ്ക. ഗമാസാൻ യുദ്ധ ഹോത്താ രഹ സേന, ഞാനും എന്ത് ചെയ്യാം, എന്റെ ജീവൻ തുല്യം, അതായത് ജീവൻ അപകടത്തിൽ പെടുന്നത് വരെ ഞാനും നിങ്ങളുടെ കൂടെ ഹെൽപ്പ് ചെയ്യാം. യഹാം തക് കി ശാം ഹോ ഗയി, ഇപ്പൊ വൈകുന്നേരമായല്ലോ. ബച്ചേ ഹുയെ സൈനിക് കിലേക്ക് ഓർ ബഡ് ഗയെ, കുറെ പേര് രക്ഷപ്പെട്ട സൈനികരെ കോട്ടയ്ക്ക് അകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ദൃശ്യം 5, അഞ്ചാമത്തെ ദൃശ്യം എന്താണ്? പ്രഭാത് കാ സമയ രാജ്പുത് വീർ അബ് മുഠി ഭർ ബജേ ഹെ. नारियां श्रृंगार की ये चिंता सजाए बैठी हैं. राजपूत केसरिया वस्त्र पहने किले का द्वार खोलकर एक साथ दुश्मनों पर टूट पड़े. राणा और राजपूत सैनिक मारे गए. कुछ भाग खड़े हुए. अलाउद्दीन किले की ओर बढ़ा. किले के अंदर रानियों तथा अन्य नारियों की चिताएं धू धू कर जल रही थी. അഞ്ചാമത്തെ ദൃശ്യത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് പ്രഭാതം പൊട്ടിവിരിഞ്ഞു. അവിടെ മുഴുവനും ഒരുപാട് ആൾക്കാർ മരിച്ച് വീണ് കിടക്കുന്നതാണ് കാണുവാൻ സാധിക്കുന്നത്. അതില് റാണ ഹമീർ ഉണ്ട്, രജപുത്രരുണ്ട്, അതുപോലെ തന്നെ പിന്നെ ആരുണ്ട്? അലാവുദ്ദീൻ ഖിൽജിയുടെ കോട്ടയ്ക്ക് നേരെ പ്രവേശിച്ചാൽ അവിടെയും റാണിമാര്, ഒരുപാട് സ്ത്രീകള് ചിതാഭസ്മമായിട്ട് കിടക്കുന്നത് കാണുവാനാണ് അഞ്ചാമത്തെ ദൃശ്യം കാണിക്കുന്നത്. എല്ലാവരും മരിച്ചു കിടക്കുന്നത് ഒരു കാഴ്ചയാണ് കാണുന്നത്. ആ ഭാഗം മനസ്സിലായോ? ആ ലെസൺ മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ട്. ഫെയ്ത്തേ മിസ് ഞാൻ പറയുന്നത് കേൾക്കാമോ? ഫെയ്ത്ത് ഇല്ലെങ്കിൽ ഇടയ്ക്ക് ഉറങ്ങിപ്പോവും, അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം. മിസ് ഞാൻ പറയുന്നത് കേൾക്കാമോ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ലെസൺ നന്നായിട്ട് ഒരു 3-4 പ്രാവശ്യം വായിക്കുക കേട്ടാ. മിസ്സേന്നെല്ലാം വിളിക്കുന്നുണ്ടായിരുന്നാ, ഞാൻ ഉറങ്ങിയിട്ടില്ല എന്നായിരിക്കും. ഓക്കെ ഫെയ്ത്തേ, എന്താ പറയുന്നേന്നാണോ? എനിക്ക് കേൾക്കുന്നില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടല്ലോ. ഇവിടെ എന്തോ സൗണ്ട് ആയിട്ടാണ്. മിസ് ഞാൻ പറയുന്നത് കേൾക്കാമോ മിസ്? നിങ്ങൾ ഇനി ഈ ലെസൺ ഒന്ന് 2-3 പ്രാവശ്യം വായിക്കണം. നിങ്ങൾ 20ാമത്തെ ലെസൺ കംപ്ലീറ്റ് ആക്കുക. 20ാമത്തെ വർക്കുകളാണ് നിങ്ങൾ ഇപ്പൊ കംപ്ലീറ്റ് ആക്കുന്നത് കേട്ടോ. 20ാമത്തെ ഒന്ന് ഞാൻ പറഞ്ഞുതരാം. പേജ് നമ്പർ 70 എടുത്ത എല്ലാവരും പേജ് നമ്പർ 70 ഞാനൊന്ന് വായിച്ചുതരാം. നിങ്ങൾക്ക് അപ്പൊ കിട്ടും നിങ്ങൾക്ക് അതിന്റെ ആൻസർ. राजकुमार सिद्धार्थ के माता पिता का नाम क्या था? टेक्स्ट ഉണ്ട്. पिता का नाम राजा शुद्धोधन और माता का नाम റാണി മായാദേവി. അതിന്റെ ആൻസർ അങ്ങനെ വരുക. पिता का नाम राजा शुद्धोधन, माता का नाम റാണി മായാദേവി. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ഷോണിന് മനസ്സിലായോ? പേജ് നമ്പർ 70 ബുദ്ധ നില ലെസൺടെ മഹാത്മാ ബുദ്ധന്റെ ക്വസ്റ്റ്യൻ ആൻസർ നിനക്ക് മനസ്സിലായില്ല അല്ലേ പറഞ്ഞു ഞാൻ അയച്ചത്. മിസ് ഇപ്പോ ഞാൻ പറയുന്നത് കേൾക്കാമോ? മിസ് അതിന്റെ അല്ല. എന്താണ്? फर्स्ट क्वेश्चन, राजकुमार सिद्धार्थ के माता पिता का नाम क्या था? രാജാവായ സിദ്ധാർത്ഥന്റെ അച്ഛന്റെ അമ്മയുടെ പേര്. പിതാക്കാ നാം രാജ ശുദ്ധോധൻ. ലെസൺ 20ാമത്തത് ബുദ്ധക്ക. അതല്ലേ നിനക്ക് ആൻസർ മനസ്സിലായില്ല നിനക്ക് അയച്ചത്. മഹാത്മാ ബുദ്ധ് പേജ് നമ്പർ 70 ക്വസ്റ്റ്യൻ ആൻസർ മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ തോന്നി.
18ാമത്തെ ലെസണോ? ആൻമരിക്ക് 18ാമത്തെ ലെസണാ? ആൻമരിക്ക് 18ാമത്തെ ലെസൺ ആണോ മനസ്സിലാകാത്തെ? ക്വസ്റ്റ്യൻ ആൻസർ എഴുതാത്തെ? യെസ്. ഷോണിന് 20ാമത്തെ ആണോ? 18 18ാമത്തെയാ? മേൻ ദില്ലി ഹൂ എന്നുള്ള ലെസൺ ഉണ്ട് അല്ലേ? എന്നാ എടുക്കത്. പേജ് നമ്പർ 64 എടുക്ക്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ആത്മകഥ കിസേ കൽത്തെ ഹെ. അത് നിങ്ങൾക്ക് പാഠത്തിലില്ല. ആത്മകഥ എന്ന് പറഞ്ഞത് ഏതിനെയാണ് ആത്മകഥ എന്ന് പറഞ്ഞത്? അപ്നെ ഹി ജീവൻ കാ വർണ്ണൻ കർണേ വാലെ കഥ കോ. അപ്നെ ഹി തന്റെ സ്വയം കഥ, ജീവിത കഥ വർണ്ണിക്കുന്നതിനെയാണ് എന്ത് പറയാ? ആത്മകഥ. അപ്നെ ഹി जीवन का अपने ही जीवन का वर्णन करने वाली कथा को, वर्णन करने वाली कथा को अपने ही जीवन का वर्णन करने वाली कथा को. എഴുതിയോ മോനെ? ഒന്നിന്റെ ആൻസർ കിട്ടിയോ? അതിനെയാണ് നമ്മൾ ആത്മകഥ എന്ന് പറഞ്ഞത്. എന്താണ്? അപ്നെ ഹി ജീവൻ കാ वर्णन करने वाली कथा को आत्मकथा कहते हैं. ओके. सेकंड क्वेश्चन, दिल्ली को पृथ्वीराज चौहान से किसने छीना? मोहम्मद गोरी. सेकंड आंसर है मोहम्मद गोरी. मोहम्मद गोरी. थर्ड है, अंग्रेजों ने किस बादशाह को हराकर दिल्ली पर अधिकार किया? एंड आंसर है मुगल बादशाह बहादुर शाह जफर हो. बहादुर शाह जफर को मुगल बादशाह बहादुर शाह जफर को. Miss, other text. മനസ്സിലായോ? മൂന്നെണ്ണം എഴുതിയോ? ആൻമരിയ എന്താണ്? എനിക്ക് നിങ്ങൾ പറഞ്ഞതൊന്നും കേൾക്കാൻ ഷോണെ ഞാൻ പറയുന്നത് കേൾക്കാമോ? ഷോണെ തേർഡ് ലെസൺ മിസ്സേ ഞാൻ എത്ര സമയമായി? തേർഡ് ക്വസ്റ്റ്യൻ അല്ലേ? അത് ടെക്സ്റ്റിൽ ഉണ്ടെന്നല്ലേ? ഉണ്ടല്ലോ. സെക്കൻഡ് പാരഗ്രാഫിലെ ഫസ്റ്റ് ലൈനില് ലാസ്റ്റ് വരുന്നത് പേജ് നമ്പർ 63 സെക്കൻഡ് പാരഗ്രാഫിലെ സെന്റൻസ് മുഗൾ ബാദഷാ ബഹാദൂർ ഷാ ജഫർ കോ. കിട്ടിയോടാ ഷോണേ?
ആൻമരിയെ കിട്ടിയില്ല മോളെ? മിസ് രണ്ടാമത്തെ രണ്ടാമത്തെ മുഹമ്മദ് ഗോരി. അതാ പാഠഭാഗത്തിൽ എവിടെയോ ഉണ്ട് മുഹമ്മദ് ഗോരി. നാലാമത്തെ ക്വസ്റ്റ്യന് ദില്ലി ആജ് ക്യാ ഹെ? അത് ഫസ്റ്റ് പാരഗ്രാഫിലെ ഫസ്റ്റ് ലൈനിലുണ്ട്. ഭാരത് കി രാജധാനി ഹെ ദില്ലി. ആജ് ഭാരത് കി രാജധാനി. ദില്ലി ആജ് ക്യാ ഹെ? ആജ് ഭാരത് കി രാജധാനി ഹെ ദില്ലി. ഓക്കെ, ക്ലിയർ ആയോ മക്കളെ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് വാട്സാപ്പിൽ ഒന്ന് സെൻഡ് ചെയ്യണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് വോയിസ് ക്ലിപ്പ് ഇടുക കേട്ടോ. ഓക്കെ ബൈ. എല്ലാവരും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് തന്നെ വിളിക്കേ. മിസ് ഡൗട്ട് ഉണ്ട്. നെക്സ്റ്റ് ക്ലാസ് കാണാം. ഓക്കെ.